അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ ചേഞ്ചസ് ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ശരിക്ക് ഇളക്കണം. കാരണം നമ്മളിതിനകത്ത് ഐസ് മാത്രമാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് ശരിക്കും മിക്സ് ആവണം ഇതെല്ലാം കൂടി. അപ്പോൾ ഇതുപോലെ ശരിക്ക് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. അപ്പോൾ ഇനിയാണ് റിയൽ ടൈം. എല്ലാ തരത്തിലുള്ള മിക്സും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി വേറെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ടിപ്പിക്കലായിട്ടുള്ള ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് ക്യൂബ് മാത്രം ഇട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മുളക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം. ആഹാ, സൂപ്പർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇട്ട ശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിട്ട എല്ലാ ഫ്ലേവറും ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ വോഡ്കയുടെ ടേസ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രത്യേക കളർ ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ചേഞ്ചിനൂടെ മിറിൻ്റെയും കൂടെ ആഡ് ചെയ്തപ്പോൾ സൂപ്പറാണ്. ഇങ്ങനത്തെ കോക്ടെയിലൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മദ്യം കഴിക്കുക, ഓടിപ്പോയി ടച്ചിങ്സ് എടുക്കുക, അങ്ങനെയൊക്കെ തിന്നുന്ന ആ ഒരു പരവേശം അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ കത്തി ഇറങ്ങുന്ന ആ പരവേശം അതൊന്നുമില്ല. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ആയിട്ടുള്ള ടിപ്പിക്കൽ ഫ്ലേവറോട് കൂടിയ ടിപ്പിക്കൽ സാധനം. ഓക്കെ, നല്ല ഗ്രാൻഡ് സാധനം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ പറയും ഇതിന് വല്ല ആവശ്യമുണ്ടോ, സ്മിർനോഫ് ഗ്ലാസ്സിൽ ഒഴിച്ചത് സോഡയും കൂടെ ഒഴിച്ച് കുടിച്ചാൽ പോരെന്ന്. പക്ഷെ അങ്ങനെ കുടിക്കുന്നതും ഇങ്ങനെ കുടിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത് ഇത് അറിയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ മിറിൻ്റെ ഒഴിച്ചിട്ട് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് പകരം ഒരല്പം സോഡ വേണമെങ്കിൽ ഒഴിക്കാം. സ്പാർക്ലിംഗ് ആവശ്യമുള്ളവർക്ക് ഒരല്പം സോഡ ഒഴിക്കാം. ഇനി സോഡ ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇതുപോലെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുടിച്ചാൽ സൂപ്പറായിരിക്കും. ഇനി മിറിൻ്റെയോ സ്പ്രൈറ്റോ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു നോക്കൂ. അപ്പം ഡബിൾ ചിൽഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, മസ്റ്റായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ. അതുവരേക്കും ഷോപ്പ് റൈറ്റ്.